നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അയ്യപ്പൻ എന്തിനാ പബ്ലിസിറ്റി എന്നാണ്. ഇനി ഈ അയ്യപ്പ ആഗോള സംഗമമൊന്നും നടത്താൻ പോകുന്നില്ല എന്നും അദ്ദേഹം സംശയത്തിനിട നൽകാതെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ അയ്യപ്പനാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാര്യം പിണറായി ഭരണത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം ആ ഘട്ടത്തിൽ അനിവാര്യമാണ്. ഒരു അയ്യപ്പ ഭക്തർ എന്നുള്ള നിലയിൽ രമേശ് അങ്ങനെ ചിന്തിക്കാറില്ല. അതെ അതെ, ആഗോള അയ്യപ്പ സംഗമം ആ ഒരു പുള്ളിയുടെ ഒരു ഇതില് പിണറായി വിജയൻ സത്യം പറഞ്ഞാൽ വീണു പോയതാണ്. ആരോ ചെന്ന് ഇങ്ങനൊരു സാധനം പറയുന്നു, അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഭിന്നത ഉണ്ടാകുന്നു. അവിടെ ഈ ദേവസ്വം ബോർഡിൻ്റെ കൂടെ നിൽക്കുന്ന പണക്കാരിലൊരു ചെറിയ ഭിന്നത ഉണ്ടാകുന്നു. ആ ഭിന്നത എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേറൊരു ഗ്രൂപ്പും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തോന്നലുണ്ടാകുന്നു. ഈ തോന്നൽ നടക്കുന്ന സമയത്താണ് ഈ ശബരിമലയിലെ പ്ലേറ്റിങ്ങിന് വേണ്ടി ഇത് എടുത്തോണ്ട് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നത് വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല ബന്ധത്തിലായിരുന്നു. അങ്ങനെ ദ്വാരപാലക ശില്പം പണിയാനായി എടുത്തുകൊണ്ട് പോയതിന് ശേഷം ആണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാന അവിടെ ചില പിരിവുകളൊക്കെ പൈസ വാങ്ങിക്കാതെ തന്നെ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവർ ഉദ്ദേശിച്ചൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിനിധികളെ, അയ്യപ്പൻ്റെ പ്രതിനിധികളെ ഇവർ നിശ്ചയിക്കും. എന്നിട്ട് അവർക്ക് കൂടെ പരമാധികാരം കൊടുക്കും. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ശബരിമല വരാം, റൂം ഉപയോഗിക്കാം. അങ്ങനെ ഒരു കേരള സഭയുടെ വേറൊരു പതിപ്പായി മാറ്റാനാണ് ശ്രമിച്ചിരുന്നത്. അവർക്ക് ചില കാർഡുകൾ കൊടുക്കുക, ഗ്രീൻ കാർഡ്, യെല്ലോ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നവർക്ക് അനുസരിച്ച് ഈ ലോക സഭയിലെ അംഗങ്ങളായി ഐഡി കാർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവർക്ക് ഇവരുടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പദ്ധതിയായിരുന്നു അവർ വിഭാവനം ചെയ്തത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇത്തരം പദ്ധതി വിഭാവനം ചെയ്യുന്ന സമയത്ത് പല ശബരിമലയിൽ കണ്ണുകളുള്ള പല ആളുകളും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കാനായിട്ട് വന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഈ പിണറായി വിജയന്റെ സംഘത്തിന് ഏതോ ജോലിസ്യം പറഞ്ഞതും കേട്ടോണ്ടാണ് അതുകൊണ്ട് പൂജ നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പണികൾ നടക്കുമ്പോൾ അവിടെ ഈ അവിടുത്തെ പണക്കാരായ, അതായത് ശബരിമലയെ കണ്ണുവയ്ക്കുന്ന പണക്കാർ രണ്ട് തട്ടിലായി. ഒരു തട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കുറച്ചു കാലമായിട്ട് അവിടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അസ്വസ്ഥനായി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായിട്ടൊന്നും സഹകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുവരെ അവിടെ കാര്യക്കാരനായിരുന്ന ആള് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നല്ലോ. ആ സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നതും ജഡ്ജി ജയകൃഷ്ണൻ അദ്ദേഹം അറിയുന്നതും, അദ്ദേഹം അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ഇനിയൊരു കാര്യം ഞാൻ അറിയാതെ എടുത്തോണ്ട് പോകരുതെന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഈ കൊടുക്കുന്നത്. അങ്ങനെ ചർച്ചകൾ പോകുമ്പോഴാണ് ഇത് രണ്ട് സ്പോൺസർമാരാണ് കൊണ്ടുപോയതെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹൈക്കോടതിയുടെ ആ കേസിന്റെ ഭാഗമായി വരുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരിക്കലും ഇല്ലാത്ത താങ്ങുവിടം കാണാനില്ല എന്ന് പറയും. അങ്ങോട്ട് എന്ന് പറയും. അതെ, അതെല്ലാം അയ്യപ്പനായിട്ട് തോന്നിപ്പിച്ചതാണ്. ഒരുപക്ഷെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പദ്ധതികളോ പരിപാടികളോ ഇല്ലെങ്കിൽ ഈ താങ്ങുവിടമൊന്നും വരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ജയകുമാർ പറഞ്ഞത് ഇനി തൊട്ട് ഈ ആഗോള സംഗമം അയ്യപ്പന് പബ്ലിസിറ്റി എന്തിനാണെന്ന് അദ്ദേഹം അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്ന് പറഞ്ഞാല് ഈ മുരാരി ബാബുവും സുധീർ കുമാറും അവരുടെ ഒരു കാലത്താണ് അവിടുത്തെ സ്വർണ്ണക്കൊള്ള ഫലപ്രദമായി നടക്കുന്നത്. അന്ന് അയ്യപ്പ അങ്ങ് കണ്ണടച്ചു കൊടുത്തു. പക്ഷെ വീണ്ടും സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ ആളുകൾ നിൽക്കുകയാണ്. അപ്പം ഇനി ഇവന്മാർ ഇത് എടുത്തുകൊണ്ട് പോകരുത്, ഇത് പൊതുസമൂഹത്തെ അറിയിക്കണം. നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ചിലതെല്ലാം പുറത്ത് കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അങ്ങനെ കൊണ്ടുപോയപ്പോൾ പത്മനാഭന് തോന്നി ഇനി കൊണ്ടുപോകരുത്. അതിന്റെ പ്രതിഫലനമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പഴയൊരു IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പോരാട്ടത്തിന് ഇറങ്ങുന്നതും. പക്ഷെ അതിനുശേഷം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എന്ത് കൊണ്ടുപോയാലും പുറത്തറിയുന്ന ചെറിയ കുടം എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഈയിടയ്ക്ക് തന്നെ സ്വർണ്ണം കാണാതെ ഉടനെ തിരിച്ചെത്തിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ശബരിമലയും എത്തുകയാണ് ഉണ്ടായത്. ശബരിമലയിലെ കൊള്ള എന്തായാലും ഇനിയൊരു 25 കൊല്ലത്തേക്ക് അവിടെ സ്വർണ്ണമൊന്നും ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. എടുത്തുകൊണ്ട് പോയാലുണ്ടാകുന്ന ഫലം, അതേപോലെ തന്നെ തന്ത്രി ഉൾപ്പെടെയുള്ളവരോട് അവരെ പോലും ഈ കേസിൽ പിടിച്ച് അകത്തിടുന്നൊരു സാഹചര്യം ഉണ്ട്. അതായത് ഏത് ഉന്നത പദവിയിൽ ഇരുന്ന് ശബരിമലയിൽ തെറ്റായ കാര്യങ്ങൾ അത് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞാൽ ശബരിമലയിലെ താന്ത്രിക അവകാശം പുതിയ തലമുറ ഏറ്റെടുത്തപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത് ആ പുതിയ തലമുറയ്ക്കുള്ള മുന്നറിയിപ്പാണ് അയ്യപ്പൻ കൊടുക്കുന്നത്. നിങ്ങളെങ്കിലും നേരെ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് സന്ദേശം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത് ആഗോള അയ്യപ്പ സംഗമവും അയ്യപ്പന്റെ ഒരു ഇഷ്ടമായിരുന്നു. കാര്യം തിരുത്താനുള്ള ഇവിടെ ഇന്നലെ കെ ജയകുമാർ പറഞ്ഞതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള കാശ് കുറേ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഒരു 6 കോടി കിട്ടാനുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ദേവസ്വം ബോർഡ് ഓഡിറ്റ് വിഭാഗം പറയുന്നത് അങ്ങനെ കൊടുക്കേണ്ടത് ഇല്ല എന്നാണ്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തി രമേശ് ചെന്നിത്തലയാണ്, VD സതീശനാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടിക്കാണ് എത്രയോ കോടി. 1.5 ലക്ഷത്തിന്റെ കട്ടിൽ ഒരു ദിവസത്തെ പരിപാടിക്ക്
ഞാൻ പറയുന്നത് അവരും ഇത് അന്വേഷിക്കണം. വിജിലൻസോ പോലീസോ അന്വേഷിക്കണം. PSC പോലെ ഈ നന്ദഗോവിന്ദ ഭജൻ സംഘത്തിനെ വിളിച്ചിട്ടില്ല, എന്നിട്ട് അവരെ പേരിൽ ഒഴിക്കാൻ ലക്ഷങ്ങൾ, വരാത്തവരുടെയൊക്കെ പേരിലാണ് ലക്ഷങ്ങൾ എഴുതിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ക്രമക്കേട് നടന്നു. പിന്നെ ഒരു അന്വേഷണം ഇല്ല. ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി 5000 രൂപയാണ് ഗിഫ്റ്റിന് അവർ ചാർട്ട് ചെയ്തത്. 5000 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ എന്താണ് കൊടുത്തത്. അവിടെ 500 പേര് പോലും വന്നിട്ടില്ല. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേറൊരു തമാശ, ഈ ഗിഫ്റ്റിൻ്റെ കിറ്റിൻ്റെ അകത്തുള്ള പകുതി സാധനങ്ങൾ ദേവസ്വം ബോർഡ് ഫ്രീ ആയിട്ട് കൊടുത്താൽ ആകെപ്പാടെ ഒരു അയ്യപ്പൻ്റെ ഒരു ഇതും ബാഗ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ബാഗ് ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം, സ്ഥിരത്തിന് സമ്മേളനങ്ങൾക്ക് ബാഗ് വിതരണം ഉണ്ടല്ലോ. അതെ, അതെന്ന് പറഞ്ഞാൽ ഞാൻ പേരൊന്നും പറയുന്നില്ല, തിരുവനന്തപുരത്തെ ഒരു സഹകരണ സ്ഥാപനം, ഒരു പ്രധാനപ്പെട്ട CPM നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനം, പലപ്പോഴും വിവാദത്തിലായിട്ടുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ ഉപയോഗിച്ച് ഈ സർക്കാർ പരിപാടികളിലെല്ലാം ഇവർ കൊട്ടേഷൻ പിടിക്കും, ബാഗിൻ്റെ കൊട്ടേഷൻ പിടിക്കും. എന്നിട്ട് ഈ ബാഗ് ആണ് കൊടുക്കുന്നത്. ഈ ബാഗ് നമ്മൾ അന്വേഷിച്ച് പോയാൽ ഒരു പ്രധാനപ്പെട്ട DYFI നേതാവിൻ്റെ കൂട്ടുകാരൻ്റെ കടയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ? മൊത്തം അതെ. അപ്പൊ ഈ സഹകരണ സംഘം പോലും ഞാൻ പറഞ്ഞ അങ്ങനെ ശബരിമലയെ ഈ ആഗോള പശുവാക്കി എടുത്ത് മൊത്തത്തിൽ പൈസ അടിച്ചോണ്ട് പോയായിരുന്നു. പൈസ അടിച്ചോണ്ട് മറ്റേ പഴയുടെ അവസാനം ചോറ് പോലും കളയേണ്ടി വന്നു. അദ്ദേഹം 5000 പേർക്ക് ഭക്ഷണം അദ്ദേഹം മാത്രമാണ് കിട്ടിയ പൈസക്ക് സാധനം ഉണ്ടാക്കിയത്. ഇത് പറഞ്ഞത് പിണറായിക്ക് ചെയ്ത പ്രവർത്തികളെ കാലക്കേടുകൾ കൊണ്ട് അമ്പലങ്ങളിൽ പോയി എല്ലാവർക്കും അറിയാമായിരുന്നു 500 പേരെ വരത്തുള്ളത് പൈസ കെട്ടിക്കാനാണെന്ന്. പക്ഷേ പഴയടത്തിന് മാത്രമാണ് ഇത് മനസ്സിലാവാതെ 5000 പേർക്ക് ഫുഡ് ഉണ്ടാക്കി കിട്ടിയ പൈസക്കല്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം പെട്ടുപോയി. പക്ഷെ പൈസ കിട്ടിക്കാണും, ഈ 5000 പേരെ പൈസ കിട്ടിക്കാണും. പക്ഷെ എന്നാലും അദ്ദേഹം മാത്രമാണ് സാധനം ഉണ്ടാക്കിയത്. കിട്ടിയ പൈസക്ക് സാധനം കൊടുത്ത ഏക വ്യക്തി. പണ്ട് നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമ്പലങ്ങളിലേക്ക് നീ കവർച്ചയുടെ സമയത്ത് നായനാർ ചോദിച്ചു, ദൈവത്തിന് എന്തിനോടോ പാറാവെന്ന്. അതിന്റെ വേറെ രീതിയിലാണ് ഇപ്പൊ K. ജയകുമാർ ചോദിക്കുന്നത്. അയ്യപ്പൻ പബ്ലിസിറ്റി ഉണ്ട്. 1 ലക്ഷം പേര് വരുന്ന ശബരിമലയിൽ അയ്യപ്പൻ എന്തിനാണ് പബ്ലിസിറ്റി? ഇവിടെ ആളുകൾ കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ മറ്റേ സംവിധാനമൊക്കെ ആളുകളെ ചെറുത്ത് നിർത്തുകയാണ് ശബരിമലയിൽ. അപ്പോൾ തീർത്തും വേണ്ട. പക്ഷേ ഇത്തരം ആഗോള അയ്യപ്പ സംഗമങ്ങളൊക്കെ നടന്ന അയ്യപ്പന് വേണ്ടിയല്ല, പൈസ വെട്ടിക്കാനാണ്. പൈസ വെട്ടിക്കേണ്ടവർ വെട്ടിച്ചു. പക്ഷേ അയ്യപ്പന് അതിലൊരു ചരിത്രപരമായ നിയോഗം ഉണ്ടായിരുന്നു. കുറേ തിരുത്തലുകൾ ഇതിലൂടെ നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇനി അവിടെ വരുന്ന ഭരണാധികാരികളാണെങ്കിലും പൂജയ്ക്ക് വരുന്നവരാണെങ്കിലും എല്ലാവരും തന്നെ ഇനി ശ്രദ്ധിക്കല്ല, എല്ലാവർക്കും ഒരു ഭയമാണ്, പാഠമാണത്. അതെ. ഏതായാലും ജയകുമാറിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ ഒരു IAS ഉദ്യോഗസ്ഥനെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയ പിണറായി എടുത്ത തീരുമാനം കറക്റ്റായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പൊളിറ്റിക്കലി ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും വെച്ചാൽ ഉണ്ടാകുന്ന വിവാദങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അഴിമതിക്കാരനല്ല. അതെ, രാഷ്ട്രീയ, അതായത് ഭക്തരുടെ വോട്ട് കിട്ടാൻ വേണ്ടി കൂടിയാണ് അത് ചെയ്തത്. പക്ഷെ ഭക്തർ എന്നിട്ട് വോട്ട് ചെയ്തില്ല. അതാണ് ഈ ജയകുമാർ സമയത്ത് അദ്ദേഹം നല്ല ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. G. സുധാകരന്റെ കാലത്ത് പോലീസിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. അന്ന് എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം ഞാനൊന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മകരവിളക്ക് സമയത്ത് ആ 18-ാം പടിയിൽ അവിടെ സുധാകരൻ വന്നു. അദ്ദേഹം പറയുന്നുണ്ട് സുധാകരനോട്, ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. ഞാൻ എല്ലാ വർഷവും ശബരിമലയിൽ വരും. പക്ഷെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ വിചാരിച്ച് അടുത്ത സീസൺ മുതൽ പോകാം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് സാർ എന്നെ വിളിച്ച് കോർഡിനേറ്റർ ആക്കിയത്. സാറ് ഞാനൊരു 16 തവണ ഇത്തവണ മല കയറിയെന്ന് പുള്ളി സുധാകരനോട് പറയുന്നുണ്ട്. അതാണ് അയ്യപ്പൻ്റെ ഒരു അദ്ദേഹം വളരെ നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, അഴിമതിക്കാരൻ. ഞാൻ ഈ സീസൺ കണ്ട അടുത്ത സീസൺ ഇത്തവണ വന്നല്ലേ, ഇത്തവണ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുമ്പോഴാണ്. K. ജയകുമാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൂ, അദ്ദേഹത്തിന് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുള്ള അസാമാന്യ കഴിവുണ്ട്. സ്നേഹസമ്പന്നത്തെ മാന്യമായി പെരുമാറുന്ന ഒരാളാണ്. അല്ല, അതൊക്കെ വളരെ ഘടകമാണ്. അല്ലാതെ വേറൊരു പുള്ളിക്കുള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരനല്ല. അഴിമതിക്കാരനല്ല, സ്വജനം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയൊക്കെ. പക്ഷെ അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല. എവിടെ അഴിമതിക്കാരനല്ലാത്ത ആൾ വന്നാലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. പണത്തോടുള്ള ആർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പം വയസ്സുകാലത്ത് റിട്ടയർ ചെയ്തതിന് ശേഷം ആരോഗ്യമുള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് പൈസ വാങ്ങിച്ചിട്ടുണ്ടാവാം. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് അതൊക്കെ വിവാദത്തിലായിട്ടാണ്. വിരമിച്ച ശേഷം ഞാൻ പറഞ്ഞില്ല. എന്നാൽ ആ ജോലിയിൽ പോയിട്ടാണ് അദ്ദേഹം പൈസ മിടുക്കനാണെന്നുള്ളത് നമുക്ക് അംഗീകരിക്കും. മറ്റു പല IAS ഉദ്യോഗസ്ഥന്മാരെ പോലെ അല്ല. അദ്ദേഹം തന്നെ എല്ലാ മേഖലയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് സ്വത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആളെയല്ല, ഒരിക്കലും അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വിവാദം അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹം വിരമിച്ചിട്ടും ജോലി ചെയ്യുന്നു. അത് ഓരോരുത്തർക്ക് ജോലി ചെയ്യാനേ. അല്ല, അത് നമ്മൾ മറ്റു പല IAS ഉദ്യോഗസ്ഥരുടെയും അവർക്ക് ജോലി കൊടുത്തതിനുള്ള മാനദണ്ഡം അവർ അഴിമതിക്കാരും എന്നുള്ളത്. ഇത് നേരെ തിരിച്ചാണ്. ഇദ്ദേഹം മിടുക്കനാണ് എന്നുള്ളത് ആ മാനദണ്ഡം തന്നെയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരാണ് അദ്ദേഹത്തെ VC ആക്കിയത് തിരൂർ യൂണിവേഴ്സിറ്റി അവിടെ സർവകലാശാല. അതുപോലെ അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് ഇപ്പൊ ഈ ശ്രീധരൻ ഇത്രയും പ്രായമായി അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കുന്നില്ല. അത് കഴിവുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ റിട്ടയർ വരെ നിയമിക്കുന്നതും ഈ അഴിമതിക്ക് കൂട്ടുന്നതിന് പകരം പ്രതിഫലം കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തിലുണ്ട്. ഏതായാലും K. ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭക്തൻ കൂടിയാണ്, ശബരിമല ഭക്തൻ കൂടിയാണ്. അങ്ങനത്തെ ഒരാൾ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞത് ഏറ്റവും ഉചിതമാണ്. ഇനി മുതൽ ഈ VD സതീശൻ സർക്കാർ, രമേശ് ചെന്നിത്തല സർക്കാർ
സത്യം പറഞ്ഞാൽ ജയകുമാർ സാറിന് വളരെ കാര്യമായിട്ട് തന്നെ ഈ തീർത്ഥാടന കാലത്ത് ഇടപെടാൻ പറ്റും. 2 വർഷത്തേക്കാണ് ഇപ്പം ഇത് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കൊല്ലം കഴിയും, പിന്നെ ഒരു അടുത്ത സീസൺ അദ്ദേഹത്തിന് കിട്ടത്തില്ല, കാര്യം അപ്പോഴത്തേക്ക് അദ്ദേഹം. പക്ഷേ ഈ തീർത്ഥാടന കാലത്ത്, ഇനി വരാൻ പോകുന്ന തീർത്ഥാടന കാലത്ത് അദ്ദേഹത്തിന് ഒരു മോഡൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് പിന്തുടരാൻ ഇനി വരുന്നവര് നിർബന്ധിതരാകും. പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് ചെയ്യാം. അതായത് അയ്യപ്പൻ ഒരു ചരിത്രപരമായ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി സ്വതന്ത്രമായിട്ട്, സർവ്വസ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം, സർക്കാരിൻ്റെ പിന്തുണ കിട്ടും, ഭക്തരെ മനസ്സിലാക്കാം. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും പറയുന്നത്. അത്തരം തെറ്റുകളൊക്കെ തിരുത്തി അദ്ദേഹത്തിന് ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത. അതെ ഇനി വരുന്ന ഭരണാധികാരികൾക്ക് ഒരു മാതൃക സൃഷ്ടിച്ചിട്ട്. അല്ലാതെ ഇനിയിപ്പം അടുത്തവണ എനിക്ക് ഒരു 2 കൊല്ലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലാണ്. ഇത്തവണ അദ്ദേഹം ചെയ്യേണ്ടത് അവിടെ ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം, എങ്ങനെ കൃത്യമായി നടത്താം, പഠനം നടത്തി ശാസ്ത്രീയമായി. അദ്ദേഹം പറഞ്ഞ പോലെ അതൊരു എല്ലാ കാര്യങ്ങളും അക്കാഡമിക് അപ്രോച്ച് ഉള്ള മനുഷ്യൻ. അക്കാഡമിക് അപ്രോച്ച് ഇവിടെ വേണം.